ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ ടൈറ്റിൽ കണ്ട പോലെ കാലറിയും ആരോഗ്യം എന്നതാണ് നമ്മുടെ സബ്ജക്റ്റ്. കാലറി അഥവാ കലോറി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഫുഡിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജത്തിൻ്റെ അളവ്. ഈ ഊർജ്ജമാണ് നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്കും നമുക്ക് അധ്വാനിക്കാനും ചിന്തിക്കാനും നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനുമെല്ലാം ഈ കാലറി ഉപയോഗിക്കുന്നു. ഇത് നമ്മുടെ ഫുഡിൽ നിന്നാണ് നമുക്ക് എടുക്കപ്പെടുന്നത്. ഇനി ഈ കാലറിയുടെ ആവശ്യകത നമ്മുടെ ഏജിനും, നമ്മൾ പുരുഷനാണോ സ്ത്രീയാണോ, നമ്മൾ ചെയ്യുന്ന തൊഴിൽ അതിനൊക്കെ അനുസരിച്ചിട്ട് വ്യത്യസ്ത അളവിലാണ് നമുക്ക് ആവശ്യം. എന്നാലും പൊതുവേ പറയപ്പെടുന്നത് പുരുഷന്മാർക്ക് 2500 കാലറിയും സ്ത്രീകൾക്ക് 2000 കാലറിയുമാണ് ദിവസത്തിൽ ആവശ്യമായത്. അപ്പോൾ ഇന്നത്തെ മോഡേൺ യുഗത്തിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ എത്ര കാലറി അടങ്ങിയിരിക്കുന്നു എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗങ്ങളൊക്കെ ഉണ്ടല്ലേ. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ 2 മുട്ടയിൽ 55 കാലറി അടങ്ങിയിരിക്കുന്നു, ഒരു ഏത്തപ്പഴത്തിൽ 100-110 കാലറി അടങ്ങിയിരിക്കുന്നു. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ ദിവസവും കഴിക്കുന്ന ഫുഡ് എത്ര കാലറി എന്ന് ഞാൻ എടുത്തു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ അത്ര കോൺഷ്യസ് ആയില്ലെങ്കിലും കുറച്ചും കൂടെ നമ്മൾ ഹെൽത്ത് കോൺഷ്യസ് ആയേ മതിയാവും. എന്താണെന്നറിയോ, നമ്മൾ എക്സസൈസ് എടുക്കുന്ന ഈ കാലറി നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പായി കൺവേർട്ട് ചെയ്യപ്പെടും. ഈ കൺവേർട്ട് ചെയ്യപ്പെടുന്ന കൊഴുപ്പ് നമ്മുടെ കരളിലും ലിവറിലും ബ്ലഡ് വെസൽസിലും സ്കിന്നിൻ്റെ അടിയിലെ ടിഷ്യൂലുമെല്ലാം സ്റ്റോർ ചെയ്യപ്പെടും. അത് നമുക്ക് വലിയ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുക. പ്രത്യേകിച്ച് ഇന്ന് ജീവിതശൈലി രോഗങ്ങളെല്ലാം കൂടി വരുന്ന കാലഘട്ടത്തിൽ സൈലൻ്റ് അറ്റാക്കൊക്കെ ഇപ്പം ഭയങ്കര കോമൺ ആയിരിക്കുന്നു. ഇതിന് പ്രധാന കാരണം കൊഴുപ്പ് നമ്മുടെ രക്തക്കുഴലുകൾ അടിഞ്ഞുകൂടുന്നതാണ്. അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനിങ്ങനെ ഒരു പ്രയോഗം തന്നെയുണ്ട്: ഈറ്റ് ഫോർ യുവർ ഹങ്കർ ആൻഡ് ഫുൾനെസ്, നോട്ട് ടു സാറ്റിസ്ഫൈ യുവർ സെൻസസ്. അപ്പം മണം, രുചി, അതിൻ്റെ കാഴ്ച, ഇതിലെല്ലാം നമ്മൾ വല്ലാതെ ആകൃഷ്ടരായി പോകാതെ ആവശ്യത്തിന് മാത്രം കഴിക്കാൻ നമ്മൾ ശീലിക്കണം. ഇനി കാലറി കുറഞ്ഞു പോയാലും പ്രശ്നമുണ്ട്. നമുക്ക് ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല, ക്ഷീണം, തളർച്ച ഇതൊക്കെ വരും. എങ്കിൽ പോലും കാലറിയെക്കുറിച്ച് നമ്മൾ കുറച്ചും കൂടെ കോൺഷ്യസ് ആയി ജീവിക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു. വിഷ് യു ആൾ എ ഹെൽത്തി ആൻഡ് ഹാപ്പി ലൈഫ്.